ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ക്രിസ്ത്യൻ മതവിശ്വാസികളിൽ പലർക്കും വളരെ വികാരപരമായി ബന്ധമുള്ള ഒരു വിഷയമാണ്. തോമാ ശ്ലീഹ ഭാരതത്തിൽ വന്നു എന്ന് പറയുന്ന വാദം ചരിത്രപരമാണോ അല്ലെങ്കിൽ വിശ്വാസപരമാണോ എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഇത് പറയുമ്പോൾ ഞാൻ ഒരു മതവിരുദ്ധ നിലപാടിൽ നിന്നല്ല ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്, പകരം ചരിത്രമായി തന്നെ കാണുക എന്ന നിഷ്പക്ഷ നിലപാടിൽ നിന്നാണ് സംസാരിക്കുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമാക്കണം. ഒരു കാര്യം ഒരു മതസമൂഹം നൂറ്റാണ്ടുകളായി വിശ്വസിച്ചു വരുന്നു എന്നതുകൊണ്ട് അത് ചരിത്രമാകുന്നില്ല. ചരിത്രമാകാൻ അതിന് സ്വതന്ത്രവും സമകാലികവുമായ രേഖകൾ വേണം. ഇപ്പോൾ തോമാ ശ്ലീഹ ഇന്ത്യയിൽ വന്നു എന്ന് പറയുന്ന ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി പറയപ്പെടുന്നത് ആക്ട്സ് ഓഫ് തോമസ് എന്ന ഗ്രന്ഥമാണ്. ഇതാണ് തോമാ ശ്ലീഹയുടെ ഇന്ത്യ സന്ദർശനം വിശദമായി പറയുന്ന ഏറ്റവും പഴയ രേഖ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ ഗ്രന്ഥം 1-ാം നൂറ്റാണ്ടിൽ എഴുതിയതല്ല. ഇത് എഴുതപ്പെട്ടത് ഏകദേശം 3-ാം നൂറ്റാണ്ടിലാണ്, യേശുവിന്റെ മരണത്തിന് ശേഷം ഏകദേശം 200 വർഷങ്ങൾക്ക് ശേഷം. അതും ഒരു ചരിത്ര ഗ്രന്ഥമായി അല്ല. ഇത് ഒരു മതപ്രചാരണ ഗ്രന്ഥമാണ്, അതായത് ക്രിസ്ത്യൻ വിശ്വാസം പ്രചരിപ്പിക്കാൻ എഴുതപ്പെട്ട ഒരു അപ്പോക്രിഫ രചന. ഇതിൽ അത്ഭുതകഥകളും ദർശനങ്ങളും അതിശയോക്തികളും നിറഞ്ഞിരിക്കുന്നു. ഇത്തരം രചനകളെ ചരിത്രശാസ്ത്രം വിശ്വാസഗ്രന്ഥങ്ങളായി മാത്രമേ കാണൂ, സ്വതന്ത്ര ചരിത്രരേഖകളായി കാണില്ല. അടുത്തതായി പറയപ്പെടുന്നത് സഭാചരിത്രകാരന്മാരാണ്. യൂസേബിയസ്, ജെറോം, ഗ്രിഗറി ഓഫ് നാസിയാൻസസ് തുടങ്ങിയവർ തോമാ ശ്ലീഹ ഇന്ത്യയിൽ പോയതായി പറയുന്നുണ്ട്. പക്ഷേ ഇവിടെയും ഒരു വലിയ പ്രശ്നമുണ്ട്. ഇവരാരും തോമാ ശ്ലീഹയുടെ കാലത്ത് ജീവിച്ചിരുന്നവരല്ല. ഇവരുടെ എഴുത്തുകൾ എല്ലാം 4-ാം നൂറ്റാണ്ടിലും അതിനുശേഷവും എഴുതപ്പെട്ടവയാണ്. അതായത് അവർ പറയുന്നത് അവരുടെ കാലത്തെ സഭാപാരമ്പര്യം മാത്രമാണ്, സ്വതന്ത്ര ചരിത്രരേഖകളും തെളിവുകളും അല്ല. അതിലുപരി അവർ ഉപയോഗിക്കുന്ന ഇന്ത്യ എന്ന പദം തന്നെ വ്യക്തമല്ല. പുരാതന കാലത്ത് ഇന്ത്യ എന്ന് പറഞ്ഞിരുന്നത് ഇന്നത്തെ ഇന്ത്യ മാത്രമല്ല. അറേബ്യ, എത്യോപ്യ, പേർഷ്യയുടെ ചില ഭാഗങ്ങൾ വരെ ഇന്ത്യ എന്ന് വിളിച്ചിരുന്ന കാലമാണ് അത്. അതിനാൽ ഇവരുടെ എഴുത്തുകളിൽ പറയുന്ന ഇന്ത്യ ഇന്നത്തെ കേരളമാണെന്ന് ഉറപ്പിച്ച് പറയാൻ ഒരു വഴിയുമില്ല. ഇനി കേരള ക്രിസ്ത്യാനികളുടെ പാരമ്പര്യത്തിലേക്ക് വരാം. കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യാനികൾ തലമുറകളായി പറഞ്ഞുവരുന്ന ഒരു വിശ്വാസമാണ് തോമാ ശ്ലീഹ ക്രിസ്തുവർഷം 52-ൽ കേരളത്തിൽ എത്തി എന്നത്. ഇത് വളരെ ശക്തമായ ഒരു സഭാപാരമ്പര്യമാണ്. പക്ഷേ ഇതിന് സമകാലിക രേഖകളില്ല. 1-ാം നൂറ്റാണ്ടിലോ 2-ാം നൂറ്റാണ്ടിലോ ഇന്ത്യയിൽ നിന്നോ റോമിൽ നിന്നോ എഴുതപ്പെട്ട ഒരു രേഖ പോലും ഈ സന്ദർശനം രേഖപ്പെടുത്തുന്നില്ല. പലരും ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം തോമാ ശ്ലീഹയുടെ കല്ലറയാണ്. ചെന്നൈയിലെ മൈലാപ്പൂരിൽ കാണുന്ന കല്ലറ. പക്ഷേ ഒരു കല്ലറ ഉണ്ടെന്നത് മാത്രം ചരിത്ര തെളിവല്ല. ആ കല്ലറ 1-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെന്ന് തെളിയിക്കുന്ന പുരാവസ്തു രേഖകളില്ല. കല്ലറയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പിന്നീടുള്ള സഭാപാരമ്പര്യങ്ങളിൽ നിന്നുമാണ് വരുന്നത്. ഇനി ഒരു നിർണായകമായ ചോദ്യം ചോദിക്കാം. തോമാ ശ്ലീഹ ഇന്ത്യയിൽ വന്നിരുന്നെങ്കിൽ, അത്ര വലിയ ഒരു യാത്ര നടത്തിയിരുന്നെങ്കിൽ, റോമൻ ചരിത്രകാരന്മാർ, ഗ്രീക്ക് യാത്രാവിവരണക്കാർ, പേർഷ്യൻ രേഖകൾ, ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഇവയിൽ ഒന്നിലും പോലും അതിന്റെ ഒരു സൂചന പോലും കാണാത്തത് എന്തുകൊണ്ട്? ഇന്ത്യയിലേക്ക് വന്നിരുന്ന മറ്റ് വിദേശികളെക്കുറിച്ച് നമുക്ക് രേഖകളുണ്ട്. ഗ്രീക്കുകൾ, റോമാക്കാർ, വ്യാപാരികൾ ഇവരെല്ലാം ചരിത്രത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു അപ്പസ്തോലന്റെ ഇന്ത്യ സന്ദർശനം ഒരിടത്തും സ്വതന്ത്രമായി രേഖപ്പെടുത്തിയിട്ടില്ല. ഇതാണ് ചരിത്രശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നബിന്ദു. അതുകൊണ്ട് നിഷ്പക്ഷമായി പറഞ്ഞാൽ ഇങ്ങനെ പറയാം. ആക്ട്സ് ഓഫ് തോമസ് മതഗ്രന്ഥമാണ്, ചരിത്ര ഗ്രന്ഥമല്ല. സഭാചരിത്രകാരന്മാർ പിന്നീടുള്ള പാരമ്പര്യങ്ങൾ ആവർത്തിച്ചവരാണ്, സ്വതന്ത്ര ചരിത്ര സാക്ഷികളല്ല. കേരളത്തിലെ ക്രിസ്ത്യാനികൾ തലമുറകളായി പറഞ്ഞുവരുന്ന ഒരു കഥയാണ് തോമാ ശ്ലീഹ കേരളത്തിൽ വന്നു, ഇവിടെ സഭ സ്ഥാപിച്ചു എന്നത്. അച്ഛൻ മക്കൾക്ക് പറഞ്ഞു കൊടുത്തു, അവർ അവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ നൂറ്റാണ്ടുകളായി കൈമാറപ്പെട്ട ഒരു കഥയാണ് ഇത്. ഇത് തെറ്റായ കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിനെ നമ്മൾക്ക് ചരിത്രം എന്ന് വിളിക്കാമോ എന്നതാണ് ചോദ്യം. ഇതിനെ പാരമ്പര്യം എന്ന് വിളിക്കാം. പാരമ്പര്യം എന്നത് ഒരു സമൂഹം തങ്ങളുടെ കേൾവിയറിവുകളുടെ ഭാഗമായി വിശ്വസിച്ചു വരുന്നതാണ്. അത് അവരുടെ വിശ്വാസത്തെ, ചരിത്രബോധത്തെ, ആത്മാഭിമാനത്തെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ്. പക്ഷേ ചരിത്രത്തിന്റെ രീതി ഇതല്ല. ചരിത്രം ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഈ കഥ ആദ്യമായി എഴുതി വെച്ചത് ആര്? എപ്പോൾ എഴുതി? സംഭവം നടന്ന ശേഷം അത് ഏറ്റവും ആദ്യമായി രേഖപ്പെടുത്തിയത് എത്ര കാലത്തിന് ശേഷമാണ്? സ്വതന്ത്രമായി പുറത്തുനിന്നുള്ള മറ്റാരെങ്കിലും ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ടോ? അങ്ങനെ ഇതിനെ ഒരു ചരിത്ര സംഭവമായി സ്ഥിരീകരിച്ചിട്ടുണ്ടോ? ഇവിടെ തോമാ ശ്ലീഹ കേരളത്തിൽ വന്നു എന്ന് പറയുന്ന ഈ പാരമ്പര്യത്തിൽ ഈ ചോദ്യങ്ങൾക്ക് ഒന്നും ഉത്തരമില്ല. 1-ാം നൂറ്റാണ്ടിൽ, 2-ാമത്തെ നൂറ്റാണ്ടിൽ, അല്ലെങ്കിൽ 3-ാം നൂറ്റാണ്ടിൽ പോലും കേരളത്തിൽ നിന്നോ പുറത്തുനിന്നോ എഴുതപ്പെട്ട ഒരു രേഖ പോലും തോമാ ശ്ലീഹ ഇവിടെ വന്നു എന്ന് പറയുന്നില്ല. നമ്മൾക്ക് ലഭിക്കുന്ന എഴുത്തുപരമായ തെളിവുകൾ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോഴേക്കും ആ കഥ വിശ്വാസമായി ഉറച്ചിരുന്നു. ഇത് ഒരു ഉദാഹരണം കൊണ്ട് എളുപ്പം മനസ്സിലാക്കാം. ഒരു ഗ്രാമത്തിൽ നൂറ്റാണ്ടുകളായി പറയുന്ന ഒരു കഥ ഉണ്ടെന്ന് കരുതൂ. നമ്മുടെ ഗ്രാമത്തിൽ ഒരിക്കൽ ഒരു മഹാരാജാവ് വന്നു എന്ന്. ആ കഥ തലമുറകളായി നിലനിൽക്കുന്നു. ഗ്രാമത്തിലെ എല്ലാവരും അത് വിശ്വസിക്കുന്നു. പക്ഷേ ആ രാജാവ് വന്ന സമയത്ത് എഴുതിയ ഒരു രേഖയുമില്ല.
അയൽനാടുകളുടെ രേഖകളിലും അതിനെപ്പറ്റി ഒന്നുമില്ല. അപ്പോൾ ആ കഥയ്ക്ക് മൂല്യമില്ലേ? ഉണ്ട്, അത് ഗ്രാമത്തിന്റെ പാരമ്പര്യമാണ്. പക്ഷേ ഒരു ചരിത്രപുസ്തകത്തിൽ അതിനെ സ്ഥിരീകരിച്ച സംഭവം ആയി എഴുതാൻ കഴിയുമോ? അവിടെ തന്നെയാണ് വ്യത്യാസം. തോമാ ശ്ലീഹ കേരളത്തിൽ വന്നു എന്ന് പറയുന്ന പാരമ്പര്യവും ഇതേ അവസ്ഥയിലാണ്. ഇത് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ആത്മീയ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. അവരെ ഒന്നിപ്പിച്ച് നിർത്തുന്ന ഒരു വിശ്വാസകതയാണ്. പക്ഷേ ഇതിനെ പിന്തുണയ്ക്കുന്ന സമകാലിക എഴുത്തുപരമായ രേഖകളില്ലാത്തതിനാൽ ചരിത്രശാസ്ത്രം ഇതിനെ രേഖാപരമായ ചരിത്രം ആയി സ്വീകരിക്കുന്നില്ല. ഇവിടെ വീണ്ടും ഒരു കാര്യം ഊന്നിപ്പറയണം. വിശ്വാസം വിശ്വാസമായി തന്നെ നിലനിൽക്കും. പാരമ്പര്യം പാരമ്പര്യമായി തന്നെ നിലനിൽക്കണം. പക്ഷേ ചരിത്രം തെളിവുകൾ ചോദിക്കും. കല്ലറകളും പള്ളികളും പിന്നീടുള്ള ആരാധനാ കേന്ദ്രങ്ങൾ സമകാലിക തെളിവുകൾ അല്ല. അതേസമയം ഒരു കാര്യം ഉറപ്പിച്ച് പറയാം. 4-ാം നൂറ്റാണ്ടു മുതൽ ഇന്ത്യയിൽ ക്രിസ്ത്യൻ സമൂഹം ഉണ്ടായിരുന്നുവെന്നത് ചരിത്രമാണ്. സിറിയ പേർഷ്യൻ വ്യാപാരമാർഗങ്ങളിലൂടെ ക്രിസ്ത്യാനിത്വം ഇന്ത്യയിലെത്തിയെന്നതിന് ശക്തമായ തെളിവുകളുണ്ട്. പക്ഷേ തോമാ ശ്ലീഹ തന്നെ ഭാരതത്തിൽ വന്നു എന്ന വാദം ഇന്നുവരെ ലഭ്യമായ ആധികാരിക ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ ഒരു തെളിയിക്കപ്പെട്ട ചരിത്ര സത്യമല്ല. അത് ഒരു വിശ്വാസമാണ്, ഒരു സഭാപാരമ്പര്യമാണ്, ഒരു ആത്മവിശ്വാസകതയാണ്. വിശ്വാസത്തിന് അതിന്റെ സ്ഥാനം നൽകുക, ചരിത്രത്തിന് അതിന്റെ സ്വന്തം നിയമങ്ങളുണ്ട്. ഇവ രണ്ടും ഒന്നല്ല. അങ്ങനെ ഒന്നാക്കുമ്പോഴാണ് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത്. ഇതാണ് ഈ വിഷയത്തിൽ നിഷ്പക്ഷമായി ആധികാരിക ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്ന യഥാർത്ഥ സത്യം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കൂട്ടുകാരെ.